നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് SMBS, ബയോസ്, പോസ്റ്റ്, BSOD, CMOS. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പറയുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ വാട്ട് ഈസ് SMPS എന്നുള്ളതാണ്. SMPSൻ്റെ ഫുൾ ഫോം സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അപ്പം ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, അതായത് പവർ സപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ട്, ഓരോ കമ്പോണൻസിലോട്ട് പെരിഫറൽസിലോട്ട് പവർ സപ്ലൈ ചെയ്യുന്നതിനാണ് SMPSൻ്റെ മെയിൻ ജോലി. SMPS is a device used to input power to all components of a motherboard. ഒരു മദർ ബോർഡിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻസിലോട്ടും പവർ സപ്ലൈ കൊടുക്കുന്നത് SMPS ആണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് കളേഴ്സ് വയർസ്, അതായത് പല കളറുള്ള വയറുകളുണ്ട്. ഹാവിങ് ഡിഫറെൻറ്റ് വോൾട്ടേജ്, പല കളറുള്ള വയറുകളിൽ പല വോൾട്ടേജാണ്. ഫോർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ CPU ക്യാബിനറ്റ്. CPUവിൻ്റെ അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്തുള്ള കമ്പോണൻസിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിലോട്ട് ഡിഫറെൻറ്റ് വയേഴ്സ്, ഡിഫറെൻറ്റ് കളറിലുള്ള ഡിഫറെൻറ്റ് വോൾട്ടേജിലോട്ടുള്ള എല്ലാം പവർ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ SMPS ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒത്തിരി കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ മദർ ബോർഡിലെ എല്ലാ കമ്പോണൻസും അറ്റാച്ച്ഡ് ആണ്. പക്ഷേ മദർ ബോർഡിന് എവിടെ നിന്നാണ് പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ DVD റൈറ്ററിന് എവിടെ നിന്നാണ് പവർ കിട്ടുന്നത്, ഹാർഡ് ഡിസ്ക് ഡ്രൈവിന് എവിടെ നിന്നാണ് പവർ കിട്ടുന്നത്, ഈ പവറെല്ലാം കിട്ടുന്നത് SMPSൽ നിന്നാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡയറക്റ്റ് നമുക്ക് പവർ കൊടുക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ CPUയിലോട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി നേരിട്ട് കൊടുത്താൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ചിലതിന് വോൾട്ടേജ് കൂടും. അപ്പം ഇപ്പോൾ കറണ്ട് കയറി വരുവാണെങ്കിൽ അത് ഓരോ കമ്പോണൻസ് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിനെല്ലാം ഓരോ വയേഴ്സിന് അതായത് വോൾട്ടേജിലോട്ട് പവർ സപ്ലൈ ചെയ്യുന്നത് SMPS ആണ്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ വർക്കിങ്ങിലോട്ടൊന്ന് നോക്കാം. എങ്ങനെയാണ് SMPS വർക്ക് ചെയ്യുന്നത്. മെയിൻസ് ഇൻപുട്ട്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ഇൻപുട്ട് റെക്ടിഫയർ ചെയ്യുന്നു. റെക്ടിഫയറിൻ്റെ ജോലി എന്നാന്ന് ചോദിച്ചാൽ AC കറണ്ടിനെ DC കറണ്ടിലോട്ട് ആക്കുന്നു. അതായത് AC കറണ്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി, അതിനെ DC കറണ്ടിലോട്ട് ആക്കുന്നു. അത് ഇൻവേർട്ടർ ചോപ്പ് ചെയ്യും. പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലൂടെ പോകും. ട്രാൻസ്ഫോമറിൻ്റെ ജോലി എന്നാണ്, ഇപ്പോൾ ഏതൊക്കെ കമ്പോണൻറ്റിന് എത്ര വോൾട്ടേജ് വേണമെന്ന് ട്രാൻസ്ഫോമറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അതാത് വയറുകളിലേക്ക് അതാത് വോൾട്ടേജ് പോകും. അത് ട്രാൻസ്ഫോമറിലാണ്. പിന്നെ ഔട്ട്പുട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യും, അതായത് എല്ലാ ഇമ്പ്യൂരിറ്റിയും പോകും കറണ്ടിൻ്റെ. പിന്നെ DC ഔട്ട്പുട്ട് കിട്ടും. ആ DC ഔട്ട്പുട്ടാണ് ഓരോ കമ്പോണൻസിലോട്ടും CPUവിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസിലോട്ടും പോകുന്നത്. ഇതാണ് SMPSൻ്റെ 24 പിൻ കേബിൾ. അതിൻ്റെ പേരാണ് ATX കേബിൾ. അതായത് ഈ കേബിളാണ് ATX കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കളർ കോഡ് നോക്കാം. ഇത് കണ്ടോ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ +3.3 വോൾട്ടാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ -12 വോൾട്ടാണ് ബ്ലൂവിലോട്ട് പോകേണ്ടത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നോ ചാർജ് ഗ്രൗണ്ട് വയർ, ചാർജും ഇല്ല, ഗ്രൗണ്ട് വയറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ +5 വോൾട്ട്. ഗ്രീന് PS ഓൺ, അതായത് പവർ ഓൺ ആണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെയും നോ ചാർജ് ഗ്രൗണ്ട് വയറാണ്. റെഡ് 5 വോൾട്ട് +5 വോൾട്ട്. ബ്ലാക്ക് പിന്നെയും നോ ചാർജ് ഗ്രൗണ്ട് വയർ. ഗ്രേ എന്ന് പറയുന്നത് പവർ ഗുഡ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ നോ ചാർജ്. പർപ്പിൾ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ പർപ്പിളാണ്. ഇപ്പോൾ +5 വോൾട്ടാണ് പർപ്പിളിന് കൊടുക്കേണ്ട പവർ. അപ്പോൾ ഈ കളർ കോഡെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാനിന് പവർ കൊടുക്കുന്നത് യെല്ലോ ആണ്. അതായത് CPUവിൻ്റെ അകത്തുള്ള SMPSൻ്റെ അകത്തുള്ള ഫാനും CPUവിൻ്റെ അകത്തുള്ള ഫാനിനെല്ലാം പവർ കൊടുക്കുന്നത് യെല്ലോ ആണ്. +12 വോൾട്ടാണ് യെല്ലോയുടെ. റെഡ് +5 വോൾട്ട് തന്നെ. ഓറഞ്ച് +3.3 വോൾട്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നോ ചാർജ് ഗ്രൗണ്ട് വയറാണ്. അപ്പം എല്ലാ വോൾട്ടേജും അതായത് കളറിൻ്റെ അതായത് വോൾട്ടേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഈ കേബിളിൻ്റെ പേര് ATX കേബിൾ എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ് CMOS ബാറ്ററി എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് CMOS ബാറ്ററി എന്നുള്ളത്. CMOS ബാറ്ററി യൂസ് ടു അപ്ഡേറ്റ് ഡേറ്റ് ആൻഡ് ടൈം വൈൽ സിസ്റ്റം ഈസ് ഓഫ്. സിസ്റ്റം ഓഫ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സിസ്റ്റം ഓണായിട്ടിരിക്കുമ്പോൾ ഡേറ്റും ടൈമെല്ലാം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും. പക്ഷേ എങ്ങനെയാണ് പിറ്റേ ദിവസം നമ്മൾ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ അത് അപ്ഡേറ്റ് ആവുന്നത് CMOS ബാറ്ററിയുടെ സഹായത്തോടു കൂടിയാണ്. അതായത്
നമ്മുടെ സിസ്റ്റം ഓഫ് ആക്കുമ്പോൾ ഡേറ്റും ടൈമും അത് അപ്ഡേറ്റ് ആകും. സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. CMOSൻ്റെ ഫുൾ ഫോമാണ് കോംപ്ലിമെൻ്ററി, M ഫോർ മെറ്റൽ, O ഓക്സൈഡ്, S സെമി കണ്ടക്ടർ. ഹാവിങ് കണക്ഷൻ വിത്ത് RTC ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ക്ലോക്ക്, അതാണ് RTC എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജമ്പർ സെറ്റിംഗ് ടു റീസെറ്റ് ബയോസ് റീസെറ്റ് ചെയ്യാനുള്ള പവർ സപ്ലൈ ചാർജും ഇത് കൊടുക്കുന്നുണ്ട് CMOS ബാറ്ററി. CMOS ബാറ്ററി എന്ന് പറഞ്ഞാൽ സ്മോൾ റോം ചിപ്പ് ഓൺ PC മദർ ബോർഡ്. അല്ല, ഇത് ബയോസ് ആണ്. ബയോസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സ്മോൾ റോം ചിപ്പ് ഓൺ PC മദർ ബോർഡ്. അടുത്ത എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതാണ് ബയോസ്. അപ്പോൾ ബയോസ് എന്നാണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി ചിപ്പ്, എവിടെ? മദർ ബോർഡിൻ്റെ അകത്ത്. ഈ ബേസിക് സോഫ്റ്റ്വെയർ പ്രോഗ്രാം കണ്ടെയ്നിങ് ഓൾ ബയോസ് ഫംഗ്ഷൻസ് പെർമനൻ്റ്ലി സ്റ്റോർഡ് ഇൻ ദ റോമിൻ്റെ അകത്ത് പെർമനൻ്റ്ലി ആയിട്ട് ഇതെല്ലാം ഓൾറെഡി സ്റ്റോർഡ് ആണ്. ബയോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേംവെയറോ അല്ലെങ്കിൽ ഫേംവെയർ എന്ന് പറയുന്നത് ബയോസ് എന്ന് പറയുന്ന ഒരേ സാധനം തന്നെയാണ്. ചെറിയൊരു പ്രോഗ്രാമാണ് സത്യത്തിൽ ബയോസ് എന്ന് പറയുന്നത്. എന്തിനുള്ള പ്രോഗ്രാമെന്ന് ചോദിച്ചാൽ നമ്മുടെ PC ഓൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് PC-യിലെ ഏറ്റവും താഴെ കുറച്ച് ഈ ഒരു ബൂട്ടിൻ്റെ എല്ലാം ഓണായി ജസ്റ്റ് ഇങ്ങനെ വരും. കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടക്കും. അതാണ് ബയോസ് എന്ന് പറയുന്നത്. ദി സോഫ്റ്റ്വെയർ കോൺഷ്യസ് ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റാർട്ടിങ് ദ PC. ഒരു PC സ്റ്റാർട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ബയോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബയോസ് ചിപ്പ് നശിക്കുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് ബയോസും നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ലോഡാവും. അപ്പോൾ ബയോസ് ചിപ്പ് പോവുകയാണെങ്കിൽ മദർ ബോർഡ് പോവുകയാണെന്ന് അതിനർത്ഥമില്ല. കാരണം 2 ബയോസ് ചിപ്പ് നമ്മുടെ മദർ ബോർഡ് റോം ചിപ്പിൽ ഓൾറെഡി സെറ്റിൽ ആയിട്ടുണ്ട്. ദിസ് ഹാർഡ്വെയർ ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ റിഫേർഡ് ആസ് ഫേംവെയർ. ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതിന് ഫേംവെയർ എന്നും പറയും. ദിസ് ഈസ് എ ബയോസ് ചിപ്പ് ഓൺ മദർ ബോർഡ്. ഇതാണ് ഒരു മദർ ബോർഡിലെ ബയോസ് ചിപ്പ്, ഫിനോക്സ് ബയോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റത്ത് കാണുന്നത് വേറൊരു ബയോസ് ചിപ്പാണ്. അപ്പോൾ അതാണ് ഈ ബയോസ് ചിപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ബയോസ് ചിപ്പ് എന്തെങ്കിലും കാരണവശാൽ നശിക്കുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് ബയോസും കൂടെ ഉണ്ട്. അത് വെച്ച് നമ്മുടെ സിസ്റ്റം ഓൺ ആവും. സിസ്റ്റം ഓൺ ആകുമ്പോൾ ബൂട്ടും പ്രോസസ്സും എല്ലാം നടക്കുന്നത് ബയോസിലൂടെയാണ്. ബയോസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്റൽ ഡെവലപ്ഡ് 1886 in the end of 1970. IBM decided to make an affordable computer out 1888. മൈക്രോസോഫ്റ്റ് ക്രിയേറ്റഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റ് ആണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബയോസിന്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഫങ്ഷൻ ഓഫ് ബയോസ് ആണ്. നമ്മുടെ PC വെൻ യു ഫസ്റ്റ് ടേൺ ഓൺ യുവർ PC, നമ്മുടെ PC അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യമേ ഓൺ ചെയ്യുമ്പോൾ ഒരു PC റിക്വയർസ് ഇൻഫർമേഷൻ, നമ്മുടെ PCക്ക് ഇൻഫർമേഷൻ വേണം ടു ഡിറ്റക്റ്റ് PC കമ്പോണൻസ്. അതായത് നമ്മുടെ സിസ്റ്റം ആദ്യമേ ഓൺ ആകുമ്പോൾ നമ്മുടെ PCക്ക് ഇൻഫർമേഷൻ വേണം. എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം? ഓരോ കമ്പോണൻസിനും ഡിറ്റക്റ്റ് ചെയ്യാം. അത് മദർ ബോർഡിൽ നിന്നും അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പോൾ ഹാർഡ് ഡിസ്കോ DVD ഡ്രൈവോ എന്തെങ്കിലും വെളിയിലുള്ള ഏതെങ്കിലും കമ്പോണൻസ് നമ്മുടെ PC ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യണം. ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യണം. അതായത് ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടോ, ഹാർഡ് ഡിസ്ക് ഉണ്ടോ, CD റോമോ അല്ലെങ്കിൽ ഏതെങ്കിലും USB കുത്തിയിട്ടുണ്ടോ, അതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യണം. ദിസ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ബയോസ്. ഈ ഇൻഫർമേഷൻ എല്ലാം ബയോസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ്സ് ബൂട്ടിംഗ് ഫയൽസ് വൈൽ സ്റ്റാർട്ടിങ് കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബയോസ് എന്ന് പറഞ്ഞാൽ ഒരു ബൂട്ട്സ്ട്രാപ്പാണ്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ് ചെയ്യും ബൂട്ടിംഗ് ഫയൽസിന്. എന്തിന്? നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും. ഇതിന് ബയോസിൻ്റെ ഫംഗ്ഷന് 4 ടെസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ഹാർഡ്വെയർ ടെസ്റ്റ്, രണ്ടാമത്തെ മെമ്മറി, മൂന്നാമത്തെ ബാറ്ററി, നാലാമത്തെ പവർ ഓൺ ടെസ്റ്റ്. ഈ 4 ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് നമ്മുടെ PC ഓൺ ആവുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു PC ഓൺ ആക്കുമ്പോൾ ഇടത് സൈഡിൽ ഏറ്റവും അടിയിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ബൂട്ട് ലോഡർ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതാണ് ബയോസിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു റോം ചിപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് ഫേംവെയർ എന്നും പറയും. ഹാർഡ്വെയർ ആണെങ്കിലും അത് സോഫ്റ്റ്വെയറായിട്ടും ലിങ്ക്ഡ് ആണ്. ഓക്കെ, അതാണ് ഫംഗ്ഷൻ ഓഫ് ബയോസ് എന്ന് പറയുന്നത്. അടുത്ത ഫ്ലോ ചാർട്ട് ഓഫ് ബയോസ് ഫംഗ്ഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. നമ്മൾ അതുമായി നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കുന്നു. പാസ് ടു ദ പോസ്റ്റ് എറർ ഫ്രീ. അതായത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം സെൽഫ് ടെസ്റ്റിൽ പവറിൻ്റെ അത് നമ്മൾ നമ്മുടെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ പോസ്റ്റ് എറർ ഫ്രീ ആവണം. അതായത് അത് പാസ്സാവണം. നമ്മൾ പാസ്സാവുമ്പോൾ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകും. പിന്നെ ടെസ്റ്റ് ബൂട്ട് ഡ്രൈവ്, എന്തെങ്കിലും ബൂട്ട് ഡ്രൈവ് ടെസ്റ്റ് ചെയ്യും. പിന്നെ ബൂട്ടബിൾ മീഡിയ എന്തെങ്കിലും നമ്മൾ സിസ്റ്റത്തിൽ അറ്റാച്ച്ഡ് USB എന്തെങ്കിലും
അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. പിന്നെ ലോഡ് ബൂട്ട് പ്രോഗ്രാം, ഇപ്പം USB എന്തെങ്കിലും ബൂട്ട് ചെയ്യണമെങ്കിൽ അത് ബൂട്ട് ചെയ്യില്ലെങ്കിൽ അത് ചെയ്യില്ല. പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് ഓപ്പണായി വരും. അങ്ങനെയാണ് വിൻഡോസ് സിസ്റ്റം ഓണായി കഴിഞ്ഞിട്ട് വിൻഡോസ് ഓപ്പണായി വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ബയോസാണ്. അത് ബയോസിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റാണ്. അത് 4 ടെസ്റ്റ് ഉണ്ട് പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ. ഒന്നാമത്തെ ഹാർഡ് ഡ്രൈവ് ടെസ്റ്റ്, രണ്ടാമത്തെ മെമ്മറി ടെസ്റ്റ്, മൂന്നാമത്തെ ബാറ്ററി, നാലാമത്തെ പവർ ഓൺ ടെസ്റ്റ്. അടുത്ത എന്താണ് പോസ്റ്റ് എന്നുള്ളത് നോക്കാം. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ടേക്ക് പ്ലേസ് റൈറ്റ് ആഫ്റ്റർ യു പവർ ഓൺ. അത് നമ്മുടെ PC ഓൺ ആക്കിയ ടൈമിൽ തന്നെ രണ്ടാമത് നടക്കുന്ന കാര്യമാണ് പോസ്റ്റ്. അതായത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കണ്ടെയ്ൻസ് ഡയഗ്നോസ്റ്റിക്സ് റുട്ടീൻസ് ഫോർ ഇൻസ്റ്റലേഷൻ ദ ഹാർഡ്വെയർ ആൻഡ് പെരിഫറൽ. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഹാർഡ്വെയർ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയറും പിന്നെ പെരിഫറൽസ് എന്ന് പറഞ്ഞാലും ഹാർഡ്വെയർ തന്നെയാണ്. നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്തും അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് പെരിഫറൻസിനെല്ലാം ടെസ്റ്റ് ഇൻസ്റ്റലൈസ് ചെയ്യുന്നു. വീഡിയോ കാർഡ്, മെയിൻ മെമ്മറി, പ്രൊസസ്സർ, നമ്മുടെ മൈക്രോ പ്രൊസസ്സർ ചിപ്പ്, ഇൻ്റൽ, AMD, NVIDIAയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കീബോർഡ്, മൗസിനെ എല്ലാം ചെക്ക് ചെയ്യുന്നു. അതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റിൽ നടക്കുന്നത്. ചെക്കിങ് ദെയർ ഫംഗ്ഷൻ, അവരുടെ ഫംഗ്ഷൻ എല്ലാം ചെക്ക് ചെയ്യുന്നു. എറർ മെസ്സേജ് ഓൺ സ്ക്രീൻ ഇഫ് എറർ ഡിറ്റക്റ്റഡ്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ എറർ മെസ്സേജ് കാണിക്കും. ഇഫ് മോണിറ്റർ കനോട്ട് ബി ഡിറ്റക്ട്, ഇഫ് മോണിറ്റർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബീപ്പ് കോഡ് ആർ ഔട്ട് ബൈ സ്പീക്കർ സിസ്റ്റം ലൗഡ് സ്പീക്കറിലൂടെ നമുക്ക് ബീപ്പ് എന്നുള്ള സൗണ്ട് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോണിറ്റർ ഡിസ്പ്ലേ ആവും ഇന്ന ഇതിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ വീഡിയോ കാർഡ്, മെയിൻ മെമ്മറി, പ്രൊസസ്സർ, കീബോർഡ്, മൗസ് എല്ലാം നമ്മുടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എപ്പോഴാണ് നടക്കുന്നത്? നമ്മളെ PC ഓൺ ആക്കിയ നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അടുത്തത് ബയോസ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളതാണ്. ബയോസ് ഈസ് മാനുഫാക്ചർഡ് ഓൺ ഫ്ലാഷ് ടെക്നോളജി. ഫ്ലാഷ് ടെക്നോളജിയിലാണ് ബയോസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് വേർഷൻ ഓഫ് ബയോസ് വർ ഡെവലപ്ഡ് ഓൺ റോം. ബയോസിൻ്റെ നേരത്തുള്ള വേർഷന് റീഡബിൾ മെമ്മറിയിലാണ്, അല്ലെങ്കിൽ EEPROM ഇറേസബിൾ പ്രോഗ്രാം റീഡബിൾ മെമ്മറി, അല്ലെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമർ റീഡബിൾ മെമ്മറി ചിപ്പിലാണ് നമ്മൾ ബയോസ് നേരത്തെ ചെയ്തിരുന്നത്, പ്രീവിയസ് വേർഷൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിപ്പം നമ്മൾ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ വിൻഡോസിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലോ അല്ലെങ്കിൽ ബൂട്ടബിൾ USB സ്റ്റിക്കോ വെച്ചിട്ടാണ് നമ്മൾ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ വിൻഡോസ് അപ്ഡേറ്റിൻ്റെ കൂടെ ബയോസ് അപ്ഡേറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ USB-യിൽ നമ്മുടെ ഫയൽസ് എല്ലാം ബൂട്ട് ചെയ്ത് USB-യിൽ നമ്മുടെ ഫയൽസ് എല്ലാം കയറ്റിയിട്ട് സിസ്റ്റം ഓൺ ആകുന്ന ടൈമിൽ നമ്മുടെ USB സിസ്റ്റത്തിൽ കുത്തി നമുക്ക് ബൂട്ടബിളായിട്ട് നമുക്ക് ബയോസ് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ടാണ്, ഒന്ന് വിൻഡോസ് എക്സിക്യൂട്ടബിൾ ഫയലും, രണ്ടാമത്തെ ബൂട്ടബിൾ USB സ്റ്റിക്കും. ടൈപ്സ് ഓഫ് ബയോസ് എന്ന് പറഞ്ഞാൽ ലെഗസി ബയോസും ഉണ്ട്, UEFI ഉണ്ട്. UEFI എന്ന് യൂണിഫൈഡ് എക്സ്റ്റൻഡഡ് ഫേംവെയർ ഇൻ്റർഫേസ് ബയോസ്. ലെഗസി ബയോസ് ആണ് നേരത്തെ ഉള്ള ബയോസ്. അതായത് ക്യാരക്ടർ യൂസ് ഇൻ്റർഫേസ് ആണ്, പിക്ചറില്ല, ഗ്രാഫിക്സ് ഒന്നും ഇല്ല, ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ കീബോർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ F10, F12, ഇപ്പോൾ ഇടത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ അകത്തുള്ള ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, ഡൗൺ ആരോ, അപ്പ് ആരോ, അങ്ങനെ കീബോർഡിൻ്റെ അകത്തുള്ളത് മാത്രമേ യൂസ് ചെയ്യും. മൗസ് വെച്ചിട്ട് ലെഗസി ബയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡോണ്ട് ഷോ ലാർജ് സ്റ്റോറേജ് ഡിവൈസ്. അതായത് നമ്മുടെ USB-യിൽ ഇപ്പോൾ 10 GB USB ഒക്കെ അല്ലെങ്കിൽ 16 GB USB നമ്മൾ പ്ലഗ്ഡ് ഇൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമായിട്ട് പ്ലഗ്ഡ് ഇൻ ആണെങ്കിൽ അത് ഷോ ചെയ്യത്തില്ല ലെഗസി ബയോസിൽ. പക്ഷേ UEFI-യിൽ അതിനെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ലാർജ് ഡിവൈസ്, എത്ര GB-യുടെ ഡിവൈസ് നമ്മുടെ PC-യിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ പ്ലഗ് ചെയ്താൽ അത് ഷോ ആവും. പിന്നെ കീബോർഡിലും മൗസിലും വർക്ക് ചെയ്യുക. നമുക്ക് മൗസ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബയോസ്, കീബോർഡും കൊണ്ട് ഓപ്പറേറ്റ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, പിക്ചറുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എല്ലാം ഉണ്ട്. ഇതാണ് 2 ടൈപ്പ് ഓഫ് ബയോസ്. ആദ്യത്തെ ഇതാണ് ലെഗസി ബയോസ് ആണ്. ഇതാണ് ലെഗസി ബയോസ്. നമ്മുടെ നേരത്തുള്ള സിസ്റ്റങ്ങളിലൊക്കെ, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, നമ്മുടെ ലാബിലൊക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് CMOS ഫീച്ചറുണ്ട്, അഡ്വാൻസ്ഡ് ബയോസ് ഫീച്ചറുണ്ട്, അഡ്വാൻസ്ഡ് ചിപ്സെറ്റ് ഫീച്ചറുണ്ട്, ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ് ഉണ്ട്, പവർ മാനേജ്മെൻറ്റ് സെറ്റപ്പ് ഉണ്ട്, PC ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ട്, സേവ് ആൻഡ് എക്സിറ്റ്, സെറ്റ് യൂസർ പാസ്വേഡ്. ഇതെല്ലാം നമ്മുടെ കീബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. ലെഗസി ബയോസ്. ഇപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ UEFI
ബയോസ് UEFI ഡുവൽ ബയോസ്. ഇതിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ മേളിൽ കാണാം സിസ്റ്റം ഇൻഫർമേഷൻ. ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റം ഇൻഫർമേഷൻ കിട്ടും. ബയോസിൻ്റെ ഫീച്ചേഴ്സ്, പെരിഫറൽസ്, ഏതൊക്കെ പെരിഫറൽസാണ് നമ്മുടെ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് സ്കാനർ, പ്രിൻ്റർ, ഹാർഡ് ഡിസ്ക്, നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്ത് ഉള്ള പെരിഫറൽസ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ പവർ മാനേജ്മെൻറ്റ്, ഓൺ ആക്ക് ഓഫ്, പിന്നെ സേവ് ആൻഡ് എക്സിറ്റ്, എൻ്റെ ഓപ്ഷൻ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ അകത്ത് കീബോർഡും പറ്റും. കീബോർഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. മൗസും കൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് UEFI ബയോസിൻ്റെ പ്രത്യേക യൂണിഫൈഡ് എക്സ്റ്റൻഡഡ് ഫേംവെയർ ഇൻ്റർഫേസ്. അടുത്ത എന്താണ് BSOD എന്നുള്ളതാണ്. സ്റ്റോപ്പർ കോമൺലി കോൾഡ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് BSODയുടെ ഫുൾ ഫോം. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻകമ്പാക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ എറർ കാണിക്കും. അതായത് നമ്മൾ 1 GB സിസ്റ്റത്തിൻ്റെ, ഇപ്പം സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി 1 GB ആണെങ്കിൽ നമ്മളതിൽ അതായത് 1 GB ആണ് നമ്മൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുമോ. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മിനിമം 2 GB വേണം. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മിനിമം 2 GB വേണം. പക്ഷേ നമ്മൾ വിൻഡോസ് 10 നമ്മൾ 1 GB റാമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എറർ കാണിക്കും. ഇത് കുറച്ച് നേരം ഇങ്ങനെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഇങ്ങനെ സിസ്റ്റത്തിൽ നിൽക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ബ്ലൂ സ്ക്രീൻ ഓർ BSOD ഈസ് ആൻ എറർ സ്ക്രീൻ ഡിസ്പ്ലേഡ് ഓൺ എ വിൻഡോസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫോളോയിങ് എ ഫേറ്റൽ സിസ്റ്റം എറർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സിസ്റ്റം ക്രാഷ്. ഒരു സിസ്റ്റം ക്രാഷിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഓപ്പറേറ്റ് സിസ്റ്റം ഹാസ് റീച്ച്ഡ് എ കണ്ടീഷൻ വെയർ ഇറ്റ് ക്യാൻ നോ ലോങ്ങർ ഓപ്പറേറ്റ് സേഫ്ലി. അതായത് നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റ് സിസ്റ്റോ അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റ് സിസ്റ്റോ അത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇനി മുമ്പോട്ട് ഒത്തിരി സേഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് BSOD സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഇൻകമ്പാക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്താൽ BSOD എന്ന് പറയുന്ന ഒരു എറർ നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും. അത്രയേ ഉള്ളൂ. അതാണ് BSOD എന്ന് പറയുന്നത്. എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.